ഇന്നെന്താ ഒരു അലാക്കിന്റെ പാത്രമായിട്ട് വന്നിക്കണേ? ഞാൻ ഇന്നലെ കടയിൽ പോകുമ്പോഴേ നല്ല അടിപൊളി ക്രീം ബന്ന് കഴിച്ചു. ആ ബന്ന് നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനിപ്പോ ആദ്യം എന്താ നമ്മൾ ചെയ്യാൻ പോണത്? അതിനു വേണ്ടി ആദ്യം നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ മാവ്. നമുക്കിനി മാവിനെ കുഴക്കാൻ പറ്റിയ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കുന്നത് മൈദപ്പൊടിയിലാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം. ബേക്കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മൈദപ്പൊടിയിൽ ഉണ്ടാക്കിയാലാണ് ആ ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ മധുരത്തിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പൊടിക്കാതെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, പൊടിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പൊടിച്ചിട്ട് കൊടുത്താൽ എല്ലായിടത്തും വേഗം പെടും. പൊടിക്കാതെ ഇട്ട് കൊടുത്താൽ പഞ്ചസാര അലിഞ്ഞു വരണ്ടേ. ഇത് അതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും മിസ്സാക്കുമ്പോ എല്ലായിടത്തിലും മാവിന്റെ കൂടെ വേഗം കുഴഞ്ഞു വരും, പെട്ടെന്ന് അലിഞ്ഞു വരും. ഇനി നമുക്ക് ഇതിന്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ബട്ടർ ഇല്ലെങ്കിൽ എണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. നല്ല കട്ടി തൈരാട്ടാ. ഇനിയിപ്പോൾ തൈരില്ലെങ്കിലും ഒരു മുട്ട ചേർത്താലും കുഴപ്പമൊന്നുമില്ല. മുട്ട ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇടാം, അതുകൊണ്ടാണ് തൈര്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ തൈരും നെയ്യ് നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ, പഞ്ചസാരയും എല്ലാതും. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതേപോലെ മിക്സായി വന്നാൽ ഇനി നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് കുഴച്ചങ്ങെടുക്കാം. കുറച്ച് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ കൂടിപ്പോവും. ആദ്യം നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് ഒട്ടും. പിന്നെ കുഴച്ച് നല്ല സോഫ്റ്റായി വരുമ്പോൾ കയ്യിൽ ഒട്ടുന്നതൊക്കെ പോയി പിന്നെ ഒട്ടിപ്പിടിക്കലുണ്ടാവില്ല. പത്തിരിക്ക് കുഴക്കണ പോലെ പോരാ, പത്തിരിക്ക് കുഴക്കണ പോലെ നന്നായിട്ട് കുഴക്കണം. അപ്പോഴേ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. എത്ര സമയം കുഴക്കണം? ഒരു 5 മിനിറ്റ് കുഴക്കി. 5 മിനിറ്റ് നിന്ന് കുഴക്കണം? എന്ത് സുഖ, പണിയെടുക്കാനുള്ള പണി മുഴുവൻ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ കുഴച്ച് വന്നപ്പോൾ കയ്യിലൊന്നും ഒട്ടാണ്ടായി. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇച്ചിരി നെയ്യ് പുരട്ടിയിട്ട് ഇതിൽ ഒരു പാത്രമായിട്ട് 1 മണിക്കൂർ അങ്ങ് നമുക്ക് മൂടി വെച്ചെടുക്കാം. ഇനി മാവ് അവിടെ ഇരിക്കട്ടെ, നമുക്കിനി അതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മക്കളെ, ബട്ടർ എടുക്കുമ്പോൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കരുത്. ഫ്രിഡ്ജിൽ ഇരുന്നാലും തണുപ്പൊക്കെ മാറിയിട്ട് വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ, അപ്പോഴേ ഇതേപോലെ വരുള്ളൂ. ഇപ്പോൾ ഈ കണ്ടില്ലേ, നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് വെണ്ണ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശായിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക, അങ്ങനെ ആക്കിയെടുക്കുക. എല്ലാം ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ ക്രീമായി വരില്ല, അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, കുറേശ്ശെ ഇട്ട കൊണ്ട് കട്ട ഉണ്ണാവാതെ നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ പറയുന്നത് പോലെ അത് കേൾക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, പഞ്ചസാരയും നമ്മുടെ ബട്ടർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിൽ 1 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ പാലും ബട്ടറും
പഞ്ചസാര പൊടിച്ചതും പാടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന ക്രീം കടയിൽ നിന്ന് വാങ്ങണതിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ കുറച്ച് ജാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ചൂടാക്കി എന്തിനാ വെച്ചാൽ അത് ഇതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചൂടാക്കിയില്ലെങ്കിൽ എന്തുണ്ട് വെച്ചിട്ടാൽ ഈ ജെല്ല് പോലെ നമുക്ക് തേക്കാൻ കിട്ടത്തില്ല, ബന്നിമേ തേക്കാൻ കിട്ടില്ല. തേക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൂസാക്കി എടുത്തത് കേട്ടോ. ഇപ്പം നമ്മുടെ ക്രീം ബന്ന് ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഴച്ച മാവ് എടുക്കാം. ഇനി നമുക്ക് ഈ മാവ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് ഒരേപോലത്തെ ഒരു 8 കഷ്ണമാക്കി മുറിച്ചെടുക്കാം. നമ്മളിനി മുറിച്ച മാവിനെടുത്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഒന്ന് പരത്തി ഒന്ന് ചപ്പിട്ടെടുക്കണം. കണ്ടില്ലേ. ആ ഒരു നീളം ഉണ്ടായിക്കോട്ടെ അല്ലേ അമ്മ? ആ നോക്കട്ടെ. ആ ഓക്കെ ഓക്കെ. ഇതേപോലെ ഒക്കെ ആക്കിയെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. അപ്പോൾ ഉരുട്ടൊന്നും വേണ്ട? ഉരുട്ടണ്ട, നമ്മൾ നന്നായിട്ട് കുഴച്ചതല്ലേ, അപ്പോൾ പിന്നെ ഉരുട്ടേണ്ട ആവശ്യമില്ല. ഉരുണ്ടിട്ടാണ് വേണമെങ്കിൽ ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു 10 കഷ്ണം വരെ ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബന്നിനുള്ളതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ ഒരു മീഡിയം തീ വെച്ചാൽ മതിയേ. മീഡിയം തീ വെച്ചാലാണ് ഉള്ളിലൊക്കെ വേകുള്ളൂ. നല്ല തീ വെച്ചാൽ മേലെ കരിഞ്ഞു പോകും, ഉള്ളിൽ വേകൂല. ഇത് കണ്ടില്ലേ പൊന്തി വന്നത്? ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മക്കളെ, ഇത് ഇട്ട് കൊടുത്താൽ കറി തിളയ്ക്കണ നോക്കാനും വെള്ളം കുടിക്കാനും ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ. അത് ഇട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇളക്കി ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. അപ്പോഴാണ് 2 വശത്തും ഒന്നുപോലെ വെന്ത് വരുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, വെന്തിട്ട് ഇതേപോലെ ഒരു കളറായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, 2 വശത്തും ഒരേപോലത്തെ കളറ്. അതാണ് ഞാൻ പറഞ്ഞത് തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കണം, കൈ ഇളക്കാതെ ഇളക്കണം പറഞ്ഞത്. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ക്രീം ബന്നും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രീം ബന്നൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. എന്നിട്ട് വേണം നമ്മുടെ ക്രീം അതിൽ പുരട്ടിയെടുക്കാൻ. ഇനി നമുക്കതിൽ ക്രീം നിറച്ച് വെച്ച് കൊടുക്കാം. ഒന്നെടുത്തിട്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ മുറിക്കാം. ചൂടാറിയതിന് ശേഷം വെച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ക്രീമൊക്കെ ഉരുകി പോവുക. ഇത് കണ്ടില്ലേ മക്കളെ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ക്രീം തേച്ച് കൊടുക്കാം. കുറച്ച് ക്രീം എടുത്തിട്ട് ഇന്ന് നന്നായിട്ടൊന്ന് പുരട്ടി പിടിപ്പിക്കുക. കണ്ടില്ലേ, എല്ലായിടത്തും ക്രീമായി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ജാം തേച്ച് കൊടുക്കാം. ഇതിനിങ്ങനെ വെച്ച് മൂടാം. അങ്ങനെ നമ്മൾ ഒരു ബന്ന് ക്രീം ബന്നാക്കിയെടുത്ത് ഇനി നമുക്കിതിൽ എല്ലാ ബന്നും ഇതേപോലെ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബന്നൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അയ്യവാ ക്രീം പുറത്ത് ചാടണല്ലേ. ഒന്ന് പതുക്കെ അമർത്തിയാൽ മതി, അപ്പോൾ ക്രീമൊക്കെ പുറത്ത് വരും. എന്താ തിന്ന് നോക്ക്. കടയിൽ നിന്ന് വാങ്ങണ അതേപോലത്തെ ക്രീം ബന്നാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്ന് വെച്ചാൽ മാവ് കുഴച്ച് കുറച്ച് നേരം വെക്കണം. ആ സമയം മാത്രമേ ഇതിന്
സമയം വൈകണുള്ളു. അല്ലാതെ ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾ ചോദിക്കുമല്ലോ, എനിക്കൊരു ക്രീം മഞ്ഞ് വാങ്ങണമെന്ന്. അപ്പം വേഗം ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പം അവരുടെ ആഗ്രഹം തീരും. നല്ല ശുദ്ധമായിട്ടുള്ള ക്രീം മഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.